ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്. കൊട്ടിയൂരാണ് ഞങ്ങളുള്ളത്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന മഹാശിവക്ഷേത്രം കൊട്ടിയൂർ അമ്പലത്തിലാണ്. അപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ വിശേഷങ്ങളും കൊട്ടിയൂർ അമ്പലത്തിൽ കണ്ട കാഴ്ചകളുമാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ശക്തമായുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെത്തി. ആ സമയത്ത് തന്നെയാണ് നമ്മൾ കൊട്ടിയൂർ ദർശനം നടത്തേണ്ടതും വരുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നമ്മളിതൊക്കെ ഇങ്ങനെ കാണുന്നത്. ഇത്രയും ഒരു പവിത്രതയോടുകൂടി നമ്മൾ കൊണ്ടു നടക്കേണ്ടതായിട്ടുണ്ടാകുന്ന കൊട്ടിയൂർ അമ്പലം വളരെ ശോചനീയമായിട്ടുണ്ടാകുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം ആകെ വൃത്തികേടായിട്ട് വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് ചെരുപ്പുകളും മറ്റുമൊക്കെ ആയിട്ട് ആ ഒരു പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ആ ക്ഷേത്രത്തെ, പുണ്യഭൂമിയെ മലിനപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ എത്തി. ക്ഷേത്രത്തിൽ കയറുന്നതിന് മുന്നേ നമ്മൾ ബാവലി പുഴയിൽ ഇറങ്ങി കുളിച്ച് ശുദ്ധമായതിന് ശേഷമാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക. ഈറൻ വസ്ത്രം എടുത്തിട്ടാണ് ഇവിടെ ക്ഷേത്ര ദർശനം ഉണ്ടാവുക. അപ്പം നമ്മൾ കുളി കഴിഞ്ഞ് കല്ലൊരച്ച് കുറി തൊട്ട് നമ്മൾ ക്ഷേത്ര ദർശനത്തിനായിട്ട് പോവുകയായി. സഹ്യപർവ്വതത്തിൻ്റെ മടിത്തട്ടിൽ പ്രകൃതിയുടെ പുണ്യ നിശബ്ദതയിൽ വിരാജിക്കുന്ന പുണ്യക്ഷേത്രമാണ് കൊട്ടിയൂർ. ദക്ഷയാഗത്തിൻ്റെ സ്മരണകൾ ഇന്നും കാറ്റിൽ മുഴങ്ങുന്ന ഈ പുണ്യഭൂമിയിൽ ഭക്തിയും വിശ്വാസവും ഒന്നായി ഒഴുകുന്നു. ഓരോ ചുവടും ആത്മീയതയിലേക്ക് നയിക്കുന്നിടം, ഓരോ പ്രാർത്ഥനയും മഹാദേവൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്നിടം, അതാണ് കൊട്ടിയൂർ, ഉത്തരമലബാറിൻ്റെ കൈലാസം. കൊട്ടിയൂർ ക്ഷേത്രം എന്നത് കേരളത്തിലെ ഏറ്റവും പുരാതനവും പുണ്യപ്രധാനവുമായ ശൈവക്ഷേത്രങ്ങളിലൊന്നാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പ്രധാനമായും ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതാണ്. പുരാണപ്രകാരം ദക്ഷപ്രജാപതി തൻ്റെ യാഗത്തിലേക്ക് തൻ്റെ മകളായ സതിയെയും മരുമകനായ ശിവനെയും ക്ഷണിച്ചില്ല. എങ്കിലും സതി യാഗവേദിയിലെത്തുകയും അവിടെ ശിവനെ അപമാനിക്കുന്നത് കണ്ട സതി ദുഃഖത്തിൽ യാഗാഗ്നിയിൽ ആത്മത്യാഗം ചെയ്തു. ഈ വാർത്ത അറിഞ്ഞ ശിവൻ കോപാഗ്നിയിൽ തൻ്റെ ജടയിൽ നിന്ന് വീരഭദ്രനെ സൃഷ്ടിച്ച് യാഗം നശിപ്പിക്കുകയും ദക്ഷൻ്റെ ശിരസ് വെട്ടിമാറ്റുകയും ചെയ്തു. പിന്നീട് ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ദക്ഷന് ആടിൻ്റെ തല വെച്ച് പിടിപ്പിച്ച് ജീവൻ തിരികെ നൽകി. ഈ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂരെന്നും യാഗം പൂർത്തിയാക്കിയ സ്ഥലമാണ് കൊട്ടിയൂരെന്നും വിശ്വസിക്കപ്പെടുന്നു. ആയതിനാൽ കൊട്ടിയൂരിനെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്നു. പ്രധാന ക്ഷേത്രം 80 ഏക്കർ വിസ്തൃതിയിലുള്ള ഒരു പുണ്യക്കോട്ടയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ ഭൂരിഭാഗവും അടച്ചിടുകയാണ് പതിവ്. സാധാരണയായി വൈശാഖ ഉത്സവ സമയമാണ് ഇവിടെ നട തുറക്കാറുള്ളൂ. ക്ഷേത്രത്തിന് സ്ഥിരമായ ശ്രീകോവിലില്ല. പ്രകൃതിയോട് ചേർന്നാണ് ആരാധന എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ബാവലി നദിക്കരയിൽ അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ എന്നീ 2 ക്ഷേത്ര സങ്കേതങ്ങൾ വളരെ പ്രശസ്തമാണ്. കിഴക്കൻ തീരത്തെ ക്ഷേത്രമായ അക്കരെ കൊട്ടിയൂർ ഈ പ്രപഞ്ച സംഭവത്തിൻ്റെ കൃത്യമായ സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. ഇന്നും ഉത്സവവേളയിൽ നടത്തുന്ന ആചാരങ്ങൾ ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ള ഈ ശക്തമായ കഥയെ പുനരാവിഷ്കരിക്കുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നു. കൊട്ടിയൂരിനെ യഥാർത്ഥത്തിൽ അതുല്യമാക്കുന്നത് അതിൻ്റെ ആത്മീയ പ്രതിധ്വനികൾ മാത്രമല്ല, പ്രകൃതിയുമായുള്ള ആഴത്തിലുള്ള സംയോജനവുമാണ്. ആധുനിക നിർമ്മാണങ്ങളാൽ സ്പർശിക്കപ്പെടാത്ത ക്ഷേത്ര സമുച്ചയം വനപ്രദേശത്ത് മുഴുകി കാലാതീതമായ ഭക്തിയുടെ അന്തരീക്ഷം പ്രസരിപ്പിക്കുന്നു. കാടും മലയും പുഴയും ചേർന്നു തീർത്ത ദേവഭൂമി, ദക്ഷയാഗത്തിൻ്റെ ചരിത്രം ഇന്നും ശ്വാസം വിടുന്ന പുണ്യസ്ഥലം, ഭക്തിയുടെ വഴിയിലൂടെ മഹാദേവനിലേക്ക് അടുക്കുന്ന ആത്മീയ യാത്ര.
അതാണ് കൊട്ടിയൂർ. കൊട്ടിയൂർ ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, ഭക്തിയുടെ പുണ്യഭൂമിയാണ്. ഈ പവിത്രത കാത്തു സൂക്ഷിക്കുക ഓരോ ഭക്തൻ്റെയും കടമയാണ്. പ്ലാസ്റ്റിക്കും വസ്ത്രങ്ങളും മറ്റും വലിച്ചെറിഞ്ഞ് അശുദ്ധവും മലിനതയും വരുത്താതെ വരും തലമുറയ്ക്ക് അതേ പവിത്രതയോടുകൂടി നമുക്ക് കൈമാറാം. കൊട്ടിയൂരിൻ്റെ വിശുദ്ധി നമുക്ക് ഒരുമിച്ചു കാത്തു സൂക്ഷിക്കാം. കൊട്ടിയൂരിൻ്റെ പവിത്രത നമ്മുടെ കൈകളിലാണ്. മാലിന്യമല്ല, ഭക്തിയാണ് അവിടെ അവശേഷിക്കേണ്ടത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.